ഓപ്പറേഷൻ സിന്ദൂറിനിടെ അമേരിക്ക പാകിസ്ഥാൻ നൽകിയ F-60 വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ US പാകിസ്ഥാനോട് തന്നെ ചോദിക്കൂ എന്നാണ് അവരുടെ ഉത്തരം. ഇന്ത്യയുടെ ബ്രഹ്മോസിന്റെ ശക്തി അമേരിക്കയുടെ F-16 അറിഞ്ഞിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയ് 7 മുതൽ 10 വരെ 88 മണിക്കൂർ നീണ്ടുനിന്ന തീവ്രമായ പോരാട്ടത്തിനിടെ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ F-60 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു എന്ന NDTVയുടെ ചോദ്യത്തിനോട് പ്രതികരിക്കവെയാണ് പാകിസ്ഥാൻ സർക്കാരിനോട് തന്നെ പോയി ചോദിക്കൂ എന്ന US ഉദ്യോഗസ്ഥരുടെ മറുപടി. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. F-60 വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും നിയന്ത്രിക്കാനായി പാകിസ്ഥാനിൽ ടെക്നിക്കൽ സപ്പോർട്ട് ടീമുകൾ എന്നറിയപ്പെടുന്ന US കൺട്രോളർമാരെ നിയോഗിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും F-60 വിമാനങ്ങളെ നിരീക്ഷിക്കുന്ന ഇവർ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന F-60 വിമാനങ്ങളുടെ നിലയെക്കുറിച്ച് അമേരിക്കയ്ക്ക് പൂർണ്ണമായി അറിവുണ്ട്. പാകിസ്ഥാന്റെ പക്കലുള്ള US നിർമ്മിത X-60 വിമാനങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കാനാണ് ഇവരെ വിന്യസിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദും വാഷിംഗ്ടണും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിന്റെ ഭാഗമായാണ് ഈ ടീം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാന്റെ F-60 വിമാനങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ യുദ്ധത്തിന് ഉപയോഗിക്കാമെന്ന് ഈ കരാറുകൾ നിർവചിക്കുന്നുണ്ട്. കൂടാതെ F-60 വിമാനങ്ങൾ പരിപാലിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇസ്ലാമാബാദിന് US പിന്തുണ തുടർന്നും ലഭിക്കുന്നതിന്റെ അടിസ്ഥാനവും ഈ കരാറുകളാണ്. അതിനാൽ ഈ ടെക്നിക്കൽ സപ്പോർട്ട് ടീമുകൾക്ക് കരാർ പ്രകാരം പാകിസ്ഥാന്റെ എല്ലാ F-60 വിമാനങ്ങളുടെയും നിലയെക്കുറിച്ച് എപ്പോഴും പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം എന്ന് കരാറിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിലെ F-60 നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് US ഒഴിഞ്ഞുമാറുന്നതിലെ പ്രസക്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തിന്റെ ഫലമായി ബേസ് ക്യാമ്പിൽ വെച്ചോ ആകാശത്ത് വെച്ച് പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് നിരവധി F-60 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നാണ് ഇന്ത്യ കണക്കുകൂട്ടുന്നത്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനായിട്ടാണ് NDTV US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചത്. NDTV മുമ്പ് ഫയൽ ചെയ്ത വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് മറുപടിയായി അപേക്ഷകൾക്ക് മറുപടിയായി വിവരങ്ങൾ സമാഹരിക്കാനോ ഗവേഷണം നടത്താനോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ പുതിയ രേഖകൾ ഉണ്ടാക്കാനോ ഏജൻസികളോട് ഈ നിയമം ആവശ്യപ്പെടുന്നില്ല എന്നാണ് US പ്രതിരോധ വകുപ്പ് മറുപടി നൽകിയത്. തുടർന്ന് പെന്റഗണിലേക്കും US പ്രതിരോധ സെക്രട്ടറിയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഓഫീസിലേക്കും അയച്ച ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്നും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് 22 മിനിറ്റ് കൊണ്ട് 9 ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ കര, വ്യോമ, നാവികസേനകൾ ചേർന്നാണ് ആക്രമണം നടത്തിയത്. പാക് പഞ്ചാബിലെ 5 കേന്ദ്രങ്ങളും പാക് അധിനിവേശ കാശ്മീരിലെ 4 കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള 9 ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഈ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കാരണമുണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ച സംഘടനകളുടെ എല്ലാം വേരുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മെയ് 7 നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൽ 170 ഭീകരരെ വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ പ്രധാന ഭീകര കേന്ദ്രമായ ബഹവൽപൂരാണ് ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത്. സായുധ സേനയുടെ ഈ ചരിത്ര നിമിഷം അടയാളപ്പെടുത്താൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ കോക്പിറ്റിൽ പെൺപുലികളായ പൈലറ്റുമാരും ഉണ്ടായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.